ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു FF ആണ്. ഫസ്റ്റ് FF തന്നെ നമുക്കൊരു വി മീൻ കുക്കിന്റെ കോമ്പോയിൽ തന്നെ തുടങ്ങാം. 3 പേരും കൂടെ വരുമ്പം ആരായിരിക്കും പേര് എന്നൊരു ഡൗട്ട് കാണും അല്ലേ? അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ സ്റ്റോറിയുടെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, കഥ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെഡ്സെറ്റ് മുഖ്യം ഉപയോഗിക്കില്ലേ. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേക്ക്. ഓക്കെ, നമുക്കപ്പോൾ നേരെ FFലോട്ട് പോകാം. സീൻ നേരെ കട്ട് ചെയ്യുന്നത് സ്റ്റോറിയുടെ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഫുൾ സൈലന്റ് ആയിട്ടുള്ള ഒരു ഇരുട്ട് മുറി. പറ്റുന്നില്ല, വേദനിക്കുന്നു. ഏയ് ബേബി, ഒന്നുമില്ലടാ, ഇപ്പൊ കഴിയടാ. ജങ്ക ഒന്നുമില്ല ബേബി, ഒന്നുമില്ല. ഫസ്റ്റ് ടൈം അല്ലേ. അതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ, ഇപ്പൊ കഴിയ. ജങ്ക എനിക്ക് ഒന്നുമില്ലടാ. നീ കാലെടുത്ത് ഷോട്ട് വെക്കടാ. ജങ്ക ഇവിടെ നേരെ സീൻ കട്ട് ചെയ്തൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലോ? ഫ്ലാഷ് ബാക്കിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജിമിനാണ്. ഇന്ന് കോളേജിന്റെ ഫസ്റ്റ് ഡേ ആണ്. കോളേജിൽ പോകാൻ ഭയങ്കര തീർത്തി വെച്ച് ഒരുങ്ങുവാണ്. നേരെ കുളിച്ച് ഫ്രഷായി ഒരു വൈറ്റ് കളറിലെ ടവലൊക്കെ കെട്ടി തലയും തോർത്തി നേരെ ബാത്റൂമിൽ നിന്ന് റൂമിലോട്ട് വരുവാണ്. റൂമിലോട്ട് വന്ന് അങ്ങോട്ട് നിന്നത് ഫോൺ റിങ് ചെയ്യും. ആരാ ഇത്ര രാവിലെ എന്നെ വിളിക്കുന്നത് എന്നും പറഞ്ഞ് നേരെ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഹലോ ഹലോ പറയടാ. ആ കോള് വിളിച്ച പേഴ്സൺ ഉടനെ തന്നെ നീ എന്താ ഇന്ന് കോളേജ് വരുന്നില്ലേ? പിന്നെ വരാതിരിക്കോ? ഇന്ന് കോളേജിൽ ഫസ്റ്റ് ഡേ അല്ലേ, ഞാൻ വരും. പിന്നെ നിങ്ങളുടെ കോളേജിൽ ഡ്രാഗിങ് ഒക്കെ ഉണ്ടോ? എനിക്ക് നല്ല പേടിയുണ്ട്. നീ അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ അകപ്പാടുള്ള സമാധാനം. ആയിക്കോട്ടെ. പിന്നെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നല്ലോ. ഹെൽപ്പാ? എന്ത് ഹെൽപ്പ്? നീ ആദ്യം കോളേജിൽ വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ ആ പേഴ്സൺ കോളം കട്ട് ചെയ്യും. ജിമിനാണെങ്കിൽ നേരെ റെഡിയായി ഒരുങ്ങി കോളേജിൽ ചെല്ലും. നേരെ ചെന്ന് നിൽക്കുന്നത് കോളേജിന്റെ മെയിൻ ഗേറ്റിലാണ്. അയ്യോ, ഇത്രയും വലിയ കോളേജായിരുന്നു. എന്തുമാത്രം സ്റ്റുഡൻസാ. പേടി വരുന്നല്ലോ. റാഗിങ് വല്ലതും ഉണ്ടോ? ജിമിൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു പേഴ്സൺ വന്നിട്ട് ഹേ ജിമിന ഇങ്ങനെ വിളിക്കുന്ന കേട്ട ജിമിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഹേയ് ഹോബി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഹോബിനെ ഹഗ് ചെയ്യും. ഹേയ് ജിമിന, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? നീ ഭയങ്കര ക്യൂട്ടായല്ലോ ഒന്നും കൂടെ. ഹേയ് ഹോബി, നീ ഹാപ്പി അല്ലേ? കോളേജൊക്കെ എങ്ങനെയുണ്ട്? നീ കോളേജിലുണ്ടെന്ന് അറിഞ്ഞതാണ് എനിക്കൊരു സമാധാനം. വാ, കോളേജൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത്തിരി പ്രശ്നമൊക്കെയാണ് എന്നും പറഞ്ഞ് ഹോബിയും ജിമിനും കൂടെ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചങ്ങ് പോവും. ഹോബിയും ജിമിനും സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചാണ്. ഇടയ്ക്ക് വെച്ച് ജിമിൻ പഠിത്തം നിർത്തിയിട്ട് വിദേശത്ത് പോയി പഠിച്ച് ഇപ്പൊ ഡിഗ്രി ആയപ്പോഴാണ് തിരിച്ചു വരുന്നത്. കുറെ നാൾക്ക് ശേഷം കണ്ടുകൊണ്ട് അവർ നല്ല ഹാപ്പി ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞു പോയി. രണ്ടുപേരും കോളേജിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് കോളേജിന്റെ ഹോസ്റ്റലിന്റെ ടെറസ് ആണ്. ടെറസിലാണെങ്കിൽ പല കളറിലെ ബിയർ കുപ്പിയും മിക്സറിന്റെ കവറും സോഡ കുപ്പിയും സിഗരറ്റിന്റെ കവറുകളും പാതി വലിച്ച സിഗരറ്റ് കുറ്റികളും മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കാണ്. ഈ അലമ്പിന്റെ നടുക്ക് 3 പേര് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ JK തയാങ് ഷുഗ ആണ്. JK പതുക്കെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും സമയം 9:30. 9:30? തയാങ് എന്നക്കടാ? JK എന്താടാ? എടാ എഴുന്നേക്കാൻ. മൂത്രം ഒഴിക്കാൻ വല്ലതാണ്. ഷുഗാനെ വിളിച്ചോണ്ട് പോടാ. എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകാൻ വേണ്ടി ഞാൻ ഷുഗാനെ വിളിച്ചോണ്ട് പോകുന്നതിനാടാ പിടിക്കാനാ? എടാ എഴുന്നേക്കാൻ. JK, ഞാൻ ഇച്ചിരി നേരം കൂടെ കിടക്കട്ടോ. ഓ, ഇവനെ ഇങ്ങനൊന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏയ് യുങ്കി ഡാ. ഗുഡ് മോർണിംഗ് JK. ഓ ഗുഡ് മോർണിംഗ്. എൻ്റെ വാച്ചൊറിഞ്ഞു വരുന്നുണ്ടോ? ഞാൻ എല്ലാം പറയും. എഴുന്നേക്കടാ, 9:30 കോളേജിൽ പോണ്ടേ. ഏയ് തയാങ്കി. ഓ, ഇപ്പന്നെ ഇങ്ങനൊന്നും വിളിച്ചിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ JK എന്ത് ചെയ്യും? നേരെ തയാങ്ങിട്ട് ഒറ്റ ചവിട്ടി ചുരുക്കുക. അയ്യോ എന്തിനാണ് എന്നെ ചവിട്ടിയത്? പിന്നെ എത്ര വട്ടം മയിര് നിനക്കടത്തോണ്ട് വിളിക്കുവാണ്. കോളേജിൽ പോകേണ്ട സമയം 9:30. 9:30? പിന്നെ ഇന്നലെ ഞായറാഴ്ചയാന്ന് പറഞ്ഞ് കള്ളും കുടിച്ച് ഫിറ്റായല്ല ഇതിനകത്ത് കിടക്കുമല്ലായിരുന്നു.
വാ വാ പോകാന്ന് പറഞ്ഞ് 3 പേരും കൂടെ ഓടിച്ചാടി കിട്ടിയ കയ്യിലും മുണ്ടും ബനിയനും എല്ലാം പെറുക്കി എടുത്തോണ്ട് നേരെ റൂമിൽ വരും. റൂമിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ പാൻ്റെ അടുത്ത് ഈ പാൻ്റെ അടുത്ത് അവൻ്റെ ഷർട്ട് എടുത്ത് ഇവനിട്ട് ഇവൻ്റെ ബനിയനെടുത്ത് അവനിട്ട് ഒരു ബഹളം തന്നെ. ഒരു പരുവത്തിന് ഡ്രസ്സൊക്കെ ഇട്ട് ഓരോ ബുക്കും ഒരു പേനയും എടുത്തിട്ട് 3 പേരും കൂടെ വന്ന് ഒരു ബൈക്കിൽ കയറും. ത്രിബിൾസ് അടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നേരെ കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കൊണ്ട് ബൈക്ക് നിർത്തിയിട്ട് 3 പേരും ബൈക്കിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതും ഇവർ ഓപ്പോസിറ്റ് ഗ്യാങ് നേരെ വരും. ഓപ്പോസിറ്റ് ഗ്യാങ്ങിന്റെ ലീഡറിന്റെ പേര് ജാക്സൺ എന്നാണ്. നമ്മുടെ ത്രിമൂർത്തികളും ജാക്സനും തമ്മിൽ ചേരത്തേയില്ല. എപ്പോഴും അടിയാണ്. സ്പോർട്സ് ഡേ വന്ന അടി, ഇലക്ഷൻ വന്ന അടി, എന്തെങ്കിലും ഒരു കാര്യം എന്ത് കാര്യം വന്നാലും അടിയാണ്. ഇവരടിയുണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തയാങ്ങാണ്. ഈ ജാക്സന് തയാങ്ങിന്റെ മേളിലൊരു കണ്ണെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ പ്രേമമൊന്നുമല്ല, ഒരു ഗിൽമ പ്രേമം. അതായത് ഒന്ന് ഇന്റിമേറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു താല്പര്യം മാത്രം. ഇവര് 2 ഗ്യാങ്ങും തേർഡ് ഇയർ ആണ്. ഇവര് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ട് ജാക്സൺ നമ്മുടെ തയാങ്ങിന്റെ പുറകെ നടക്കുകയാണ്. JK സമ്മതിക്കോ, എപ്പോഴും അടിയാണ്. അങ്ങനെയാണ് ഇവര് 2 ഗ്രൂപ്പുകളും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയത് തന്നെ. ഇപ്പോഴാണ് നമ്മുടെ പിള്ളേരെ വണ്ടി വെച്ച് അങ്ങോട്ട് ഇറങ്ങിയത്. ജാക്സൺ നേരെ ഫ്രണ്ടിൽ വരും. ഹേയ് തയാങ്കി, ഈ ജാക്സൺ ചേട്ടന് മോനോടൊന്ന് സംസാരിക്കണമല്ലോ. ജാക്സനെ കണ്ടതും JKക്ക് ഭയങ്കരമായിട്ട് കലിപ്പായിട്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന് ജാക്സനെ നോക്കി കലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തയാങ്കിനാണെങ്കിൽ പേടി. വെറുതെ നമ്മുടെ പേരും പറഞ്ഞിട്ട് ഒരു വഴക്ക് വേണ്ടാലോ എന്ന് ഓർത്തിട്ട് തയാങ്ക് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്. തയാങ്ക് മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത് കണ്ടതും ജാക്സൺ കൊണ്ട് പതുക്കെ നടന്ന് തയാങ്കിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഏയ് തയാങ്ക്, എത്ര നാളായി നമ്മൾ കോളേജിൽ വന്ന് ഫസ്റ്റ് ഇയർ ആയപ്പോൾ തൊട്ട് ഞാൻ നിൻ്റെ പുറകെ നടക്കുക. എന്നിട്ട് നീ എന്താ എനിക്ക് റിപ്ലൈ തരാത്തത്? എൻ്റെ മനസ്സ് എന്താ നീ കാണാത്തത്? പ്ലീസ്, ഞാൻ നിന്നോട് എന്താ ചോദിച്ചത്? ലൈഫ് ലോങ് എൻ്റെ കൂടെ ജീവിക്കാനോ അല്ലെങ്കിൽ മാരേജ് ചെയ്യാനോ ഒന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ജസ്റ്റ് വൺ ഡേ ഒരു ദിവസം മാത്രം നമുക്കൊന്ന് ഡേറ്റ് ചെയ്യാന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്. ഇത് കേട്ടത് നമ്മുടെ JKക്ക് ഭയങ്കര കലിപ്പായിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ജാക്സന്റെ ഷർട്ട് കയറി പിടിച്ചിട്ട്, ഹേയ് മൊയ്രെ, പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതും പറഞ്ഞുകൊണ്ട് നീ തയാങ്ങിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ലെന്ന്. വെറുതെ ഇന്ന് നല്ല ദിവസമാണ്, ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വരുന്ന ദിവസമാണ്. ഞങ്ങൾ 3 പേരും നല്ല ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെറുതെ മൂഡ് സ്പോയിൽ ചെയ്യാതെ നീ പൊക്കോ. വെറുതെ ഒരു പ്രശ്നത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ പോടാ. ഞാൻ പറഞ്ഞത് തയാങ്കിനോടല്ലേ, നീ എന്തിനാ അതിനെ കിടന്ന് പിടയ്ക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടിട്ടും തയാങ്ക് ഒരക്ഷരവും ഇണ്ടാൻ നിൽക്കല്ലേ. ഒരു നോന്ന് പോലും പറഞ്ഞില്ലല്ലോ. അപ്പം അതിനർത്ഥം അവനതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ. പിന്നെ നീ എന്തിനാടാ ഇടയ്ക്ക് കയറി വന്ന് വെറുതെ പിടയ്ക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ JKക്ക് ഭയങ്കര കലിപ്പായിട്ട് തിരിഞ്ഞ് നമ്മുടെ തയാങ്കിനെ നോക്കി ഒരു ദഹിപ്പിക്കലാണ്. തയാങ്കാണെ വരണ്ടേക്കാണ്. കാര്യം വെച്ചാൽ അവനൊന്നും പറയാത്തത് അവരെന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമായി ഒരു അടിയും വഴക്കും വേണ്ടല്ലോ. ഒന്നാമത്തെ കോളേജിൽ ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് നിർത്തിയിരിക്കുക. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് അവനൊന്നും മിണ്ടാത്തത്. ഇവനിങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഇവന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ JK ഭയങ്കര കലിപ്പായിട്ട് ചീ പോടാ എന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടിട്ട് നേരെ നടന്നങ്ങോട്ട് പോകും. ഇവനങ്ങോട്ട് നടന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ടെന്ന് തയാങ്ക് കൊണ്ട് തന്നെ ഹേയ് JK എന്നും പറഞ്ഞിട്ട് JKയുടെ പുറകെ ഓടാനായിട്ട് വരുമ്പോഴേക്കും ജാക്സൺ എന്ത് ചെയ്യും? തയാങ്കിന്റെ കൈ കയറി പിടിക്കും. വിടാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഏയ് തയാങ്ക്, എനിക്കറിയാം നീ ഓക്കെ ആണെന്ന്. നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ പോട്ടെ, നീ വാ, നമുക്ക് 2 പേർ കൂടി ഇന്നൊരു ഡേറ്റിനൊക്കെ പോയി ഒരു പടമൊക്കെ കണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു കളിയൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പതുക്കെ വൈകിട്ടാകുമ്പോൾ കോളേജിലോട്ട് വരാം. ഞാൻ നിനക്കൊണ്ടാക്കാം, നീ ഇപ്പൊ വാ. വിടാനാ നിന്നോട് പറഞ്ഞത്. തയാങ്കിന്റെ ശബ്ദം കേട്ട് JK തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തയാങ്കിന്റെ കൈ പിടിച്ചിട്ട് ജാക്സൺ പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ്. വാ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടതും JK ഭയങ്കര കളിപ്പെട്ട് അവിടെ നിന്ന് ഓടി വന്ന് ജാക്സന്റെ മുഖത്ത് നോക്കി ഒറ്റ ഇടിയാണ്. ഇത് കണ്ടതും ജാക്സന്റെ ഫ്രണ്ട്സ് ഇടിക്കും, JK ഇടിക്കും, യോങ്കി ഇടിക്കും, വി ഇടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി. 2 ഗ്യാങ്ങും കൂടെ ഭയങ്കര ഇടിയാണ്. അടിയോടടി പൊരിഞ്ഞടി. അങ്ങനെ അടി പൊരിഞ്ഞ് നേരെ 2 ഗ്യാങ്ങിനെയും പൊക്കി പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ട് നിർത്തും. നമസ്കാരം. 2 ടീമും കൃത്യമായിട്ട് വന്നല്ലോ. ഒരാഴ്ചയായിട്ട് 2 ടീമിനെയും കണ്ടില്ല. എന്തു പറ്റി? ഇനി നീയൊക്കെ നന്നായോന്ന് ഞാൻ വിചാരിച്ചു പോയി. എന്തു പറയാനാ, ആ വിചാരിച്ചത് ഉടനെ നിങ്ങൾ 2 വന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് വാണിങ് തന്ന് നിങ്ങളോട് ക്ഷമിച്ച് എനിക്ക് തന്നെ മടുപ്പായി. അതുകൊണ്ട് ഇത്തവണ എന്താണ് പ്രശ്നമെന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല. 2 ഗ്യാങ്ങും 15 ദിവസത്തേക്ക് സസ്പെൻഷനായിട്ട് വീട്ടിൽ പോയിരുന്നു. നീയൊക്കെ മര്യാദ പഠിച്ചെങ്കിൽ മാത്രം ഇനി വന്നാൽ മതി. ഇനി ഒരു തവണയും കൂടെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായ ഒറ്റൊന്നത്തിന് ഞാൻ പരീക്ഷ എഴുതിക്കത്തില്ല. മര്യാദയ്ക്ക് പൊക്കുമല്ല. 2 കൂട്ടരും സസ്പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പരസ്പരം നോക്കി കൽപ്പിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. യോങ്കിക്കും തയാങ്കിനും JKക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടിയ സന്തോഷം. ആടാ അളിയാ, ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം, ജഗ എന്ന് പറഞ്ഞ് ഫുൾ ഓണായിട്ട് മൈൻഡിൽ നിൽക്കുകയാണ് പിള്ളേര്.
അന്ന് വൈകിട്ട് ഹോസ്റ്റൽ റൂമിലാണെങ്കിൽ 3 പേരും കൂടെ തകർത്തോണ്ടിരിക്കുകയാണ്. ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റൊക്കെ ചെയ്ത് സോങ് ഒക്കെ ഇട്ട് വെള്ളവടി പാർട്ടിയൊക്കെ നടത്തി ഫുള്ളായിട്ട് അങ്ങ് ഫുൾ പിള്ളേർ വൈബ് എടുത്തോണ്ടിരിക്കുകയാണ്. കാരണം പിറ്റേ ദിവസം കോളേജിൽ പോകണ്ടല്ലോ, 15 ദിവസം ലീവല്ലേ. വെള്ളമടിച്ച് സമയം ഒരു 2:30-3 മണിയോളം ആകാറായി. ജേക്കയ്ക്കും യൂങ്ങിക്കും ഒട്ടും വെളിവില്ല. വെള്ളമടിച്ചടിച്ചിട്ട് 2 കട്ടിലിന്റെ ഗ്യാപ്പ് തറയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. ജെകെയും ദയാങ്കും ഒരു റൂമിലാണ് താമസിക്കുന്നത്. യുങ്കി തൊട്ടപ്പുറത്തെ റൂമിലാണ്. യുങ്കി എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ്, സൈലന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അവൻ അധികം ആരോടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. അടിച്ചടിച്ച് ഫിറ്റായി തലയ്ക്ക് വെളിവില്ലാതായപ്പോഴേക്കും അവൻ നേരെ എഴുന്നേറ്റ് അവന്റെ റൂമിൽ പോവും. പിന്നീട് ജെകെയും ദയാങ്കുമാണുള്ളത്. ദയാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെള്ളമൊന്നും അടിക്കത്തില്ല, എന്നാൽ കമ്പനി കൂടുന്നേ ഉള്ളൂ. പക്ഷെ ജെകെക്ക് ഭയങ്കര അടിയാണ്. അടിച്ചടിച്ച് ഫിറ്റായി ഒരുമാതിരി ബോധമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. എന്നിട്ടും പാട്ടിന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ജെകെ ആണെങ്കിൽ തറയിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. ഈ തലയൊക്കെ ഒരുമാതിരി ഇങ്ങനെ താഴോട്ട് കുനിച്ചിട്ടിട്ട് കേൾക്കുന്ന പാട്ടിന് ഇങ്ങനെ ചുമ്മാ തലകുലുക്കി ഇരിക്കുകയാണ്. ദയാങ്കന്റെ നേരെ കൈ കയറി പിടിച്ചിട്ട്, എഴുന്നേക്ക് ജെകെ, നിനക്ക് കിടക്കണ്ടേ ജെകെ? ഇതൊന്നും ശ്രദ്ധിക്കാതെ ജെകെ ഇങ്ങനെ പാട്ടിന് ഡാൻസ് കളിച്ചിരിക്കുക. ദയാങ്ക് അങ്ങോട്ട് നേരെ പാട്ട് ഓഫ് ചെയ്തിട്ട്, ഏയ് ജെകെ പോയി കിടന്നുറങ്ങാൻ നോക്ക്, സമയം 3 മണിയോളം ആകാറായി, നിനക്ക് കിടന്നുറങ്ങൊന്നും വേണ്ട, ചെല്ലും പോ. തയാങ്കി എന്തിനാടാ പാട്ട് ഓഫ് ചെയ്തത്? പാട്ടിടാ. എന്ത് പാട്ടിടാൻ? സമയം 3 മണിയായി ജെകെ, നിനക്ക് ഉറങ്ങൊന്നും വേണ്ട, നീ പോയി കിടന്ന് ഉറങ്ങടാ. നീ ഇപ്പൊ ഫിറ്റാണ്, നീ ഇനി വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്കുറങ്ങണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഉറങ്ങണടാ അളിയാ, ഒന്ന് പോയി കിടക്കടാ. തയാങ്കി ഒരു മിനിറ്റ്. ഹോ, തുടങ്ങിയ വെള്ളം അടിച്ചില്ലെങ്കിലോ ഭയങ്കര കലിപ്പൻ, ഭയങ്കര സ്ട്രിക്റ്റ്. വെള്ളം അടിച്ചാലോ ഇവനെ പോലൊരുത്തൻ. തയാങ്കി പ്ലീസ് അടാ, വഴക്ക് പറയാ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. ഓ എന്താണാവോ, ഇപ്പൊ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ നീ എന്നെ അങ്ങ് വിടുവല്ലോ. ഇടത്തില്ല, പറ എന്താ? ആ ജാക്സൺ ഉണ്ടല്ലോ, ആ ജാക്സൺ ഇന്ന് അങ്ങനൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാഞ്ഞത്? എനിക്ക് ദേഷ്യം വന്നു. അവനുണ്ടല്ലോ ഇടിച്ചിടിച്ച് അവന്റെ മുഖം മൊത്തം പൊട്ടിക്കണമായിരുന്നു. പറ്റില്ല. അറിയാവോ, ഇന്ന് ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വരുന്ന ദിവസമാണ്. പിള്ളേരെ ഒന്നും കാണാൻ പറ്റിയില്ല. ഒരു ലൈനെങ്കിലും സെറ്റാക്കാന്ന് ഓർത്തി, ഒന്നും നടന്നില്ല. ഹോ എന്റെ സ്വാമി, നിനക്ക് ലൈൻ സെറ്റാക്കാഞ്ഞാണോ കുഴപ്പം? നിനക്കൊരു ലൈൻ ഞാൻ സെറ്റാക്കി തരാം. 15 ദിവസം വരെ ഒന്ന് സഹിക്കാവോ? നമുക്ക് കോളേജിൽ പോയി എല്ലാ പിള്ളേരെയും കണ്ട് പുതിയൊരു ലൈനെ ഞാൻ തന്നെ നിനക്ക് സെറ്റാക്കി തരാം. പ്ലീസ് ഇന്നൊന്ന് കിടക്കൂ, എനിക്കൊന്ന് ഉറങ്ങണം. പ്രോമിസ്? ആടാ, ഞാൻ നിനക്ക് സെറ്റാക്കി തരാടാ അളിയാ, ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. ഉറപ്പാണോ? സെറ്റാക്കി തരുമോ? ജെകെ നീ ഒന്ന് കിടന്നുറങ്ങടാ, ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. നീ ഇപ്പൊ എഴുന്നേക്ക്, ഇവിടുന്ന് തറയുന്ന നീ എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്ക് എന്ത് ചെയ്യും? ജെകെനെ പിടിച്ചു വലിക്കുകയാണ്. ജെകെ അവിടുന്ന് എഴുന്നേക്കത്തേ ഇല്ല. ലൈൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞ് കേട്ടുമ്പോ പതുക്കെ എഴുന്നേക്കും. തയാങ്കാണെങ്കിൽ ഒരു പരുവത്തിന് പിടിച്ച് വലിച്ച് നേരെ പൊക്കി എടുത്ത് ബെഡിക്കൊണ്ടിടും. ഇട്ടിട്ടെന്നാ അവന്റെ ബെഡ് അപ്പുറത്തല്ല, അവിടെ പോയി കിടക്കാന്നും പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും ജെകെ എന്ത് ചെയ്യും? തയാങ്കിന്റെ കൈയെ പിടിച്ച് വലിച്ച് നേരെ അവന്റെ അടുത്ത് കിടത്തും. തയാങ്ക് നീ ഇവിടെ കിടന്നാ മതിയടാ, എന്റെ കൂടെ കിടന്നാ മതിയടാ, എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയ്യോ സ്വാമി, ആളെ വിറ, കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിർത്തി 7 മണി വരെ സംസാരിച്ച്. എനിക്ക് വയ്യടാ, എനിക്ക് ഉറങ്ങണം, പ്ലീസ് ഞാൻ അപ്പുറത്ത് പോയി കിടന്നോട്ടെ ജെകെ. നീ പോകരുത്, നീ അപ്പുറത്ത് ബെഡിൽ അങ്ങനെ പോയാ ഞാനും നിന്റെ കൂടെ വരും. എന്നാ പിന്നെ എന്തിനാടാ ഞാൻ പോകുന്നത്? എനിക്കൊരു കാര്യം പറയണ്ട. എന്ത് കാര്യമാ ജെകെ, ഒന്ന് പെട്ടെന്ന് പറയാവോ? അയ്യോ 3:30 എനിക്കൊരു പെണ്ണിനെ സെറ്റാക്കി നീ തരാന്ന് പറഞ്ഞില്ലായിരുന്നോടാ? എങ്ങനത്തെ പെണ്ണാന്നറിയാവാ? ഓ ഇനിയിപ്പൊ നിന്റെ സങ്കല്പം ഞാൻ ഈ 3:30 കേൾക്കണോ? നേരം വെളുത്തുപോയി, വെളിവൊന്ന് വീണ് കഴിഞ്ഞ് കേട്ടാ വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പെണ്ണിനെ കിട്ടത്തില്ലാന്ന് വല്ലോ ഉണ്ടോടാ? നീ അല്ല പറഞ്ഞത് കോളേജ് ഉറക്കുമ്പോ ലൈൻ സെറ്റാക്കി തരാന്ന്? അതെ, ഒരു കാര്യമല്ലേ ഉള്ളൂ, അത് മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞു നിന്റെ സങ്കല്പം അങ്ങനെ, ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. താങ്കി നല്ല ഹോട്ട് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള സ്മൈല്, ചാമ്പങ്ങ പോലത്തെ ചുണ്ട്, കൽക്കണ്ടം പോലത്തെ കണ്ണ്, അധികം
എനിക്കൊന്നും വേണ്ട. മൊത്തത്തിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ. ഹോ, ഇത്രയുള്ളോ? ജെകെ, നീ പറയുന്നത് മൊത്തത്തിൽ കേട്ടിട്ട് നീ ആ ക്ലോസ് ടൂല് ചാനലിലെ പെണ്ണിനെ കണ്ടിട്ട് പറയുന്ന പോലുണ്ടല്ലോ. നിന്റെ ചാട്ടം എങ്ങോട്ടാന്നൊക്കെ മനസ്സിലായി. ആ പെണ്ണ് ഇന്ത്യന്ന് പുറത്ത് കെട്ടത്തില്ലെന്നാ പറയുന്നത്. അവിടെ നീ അതങ്ങ് വിട്ടേര്. പ്ലീസ് എടാ അയാങ്കി, എനിക്കിതുപോലൊരു പെണ്ണിനെ സെറ്റാക്കി തരുമോ നീ? തരാം. തരുവോ? പ്രോമിസ്? പ്രോമിസ് എടാ. കോളേജ് ചെന്നതും ഫസ്റ്റ് ഇയറിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് തപ്പി ഞാൻ നിനക്ക് തരാം. പോരെ? ഉറപ്പാണ്? ഉറപ്പാടാ. നീ ഇപ്പൊ ഒന്ന് കിടന്ന് ഉറങ്ങടാ. ആണ്, എനിക്കറിയാം തയാങ്കി, നീ എനിക്ക് സെറ്റാക്കി തരുമെന്ന്. ഐ ലവ് യു തയാങ്കി. ലൈൻ സെറ്റായി കൊടുക്കാന്ന് പറഞ്ഞ സന്തോഷത്തിൽ ജെക്കെന്റെയും തയാങ്കിനെ ഹഗ് ചെയ്ത് ലിപ്പിൽ തന്നെ കിസ് ചെയ്യും. തയാങ്കിനാണെങ്കിൽ ഒരുമാതിരി അങ്ങ് ഫീൽ ആവും. ഇവനെന്താ പെട്ടെന്ന് സഡൻലി ഇങ്ങനെ ചെയ്തത് എന്ന് ഓർത്തിട്ട് കിസ് ചെയ്തിട്ട് ജെക്കെ നേരെ പുറയിലോട്ട് കിടന്നുറങ്ങും. കാരണം ഇതെല്ലാം അവന് ബോധമില്ലാത്ത പറഞ്ഞ. ബോധം ഉണ്ടെങ്കിൽ അവൻ ഒരു പെണ്ണിനെ ആണിനെ ഒന്നും നോക്കത്തില്ല. ഇതെല്ലാം ഇവൻ ബോധമില്ലാത്ത പറഞ്ഞെന്നറിയാം. എന്നാലും പെട്ടെന്ന് ഇവൻ കിസ് ചെയ്തപ്പോഴേക്കും തയാങ്കിന് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ട് തയാങ്കിന് ഉറങ്ങാനേ പറ്റുന്നില്ല. ജെക്കെ എന്ത് ചെയ്യും, തയാങ്കിനെ പിടിച്ചങ്ങ് ഹഗ് ചെയ്തങ്ങ് കിടക്കുകയാണ്. ഇവന്റെ ഹഗ്ഗിന്ന് വിട്ടിട്ട് അപ്പുറത്തെ കട്ടിലേലും പോയി കിടക്കാൻ പറ്റുന്നില്ല. ഇവന്റെ കൂടെ കിടന്നിട്ട് ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ്, മനസ്സിന് ഫുൾ ടെൻഷൻ. എന്താ പറ്റും എനിക്ക്? ജെക്കെ എന്തിനാ എന്നെ കിസ് ചെയ്തത്? ഇവ കിസ് ചെയ്തപ്പോ എനിക്ക് ഇത്രയ്ക്ക് ഫീലിങ്സാ. ഇതെന്താ ഇങ്ങനെ? ഇവനെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നല്ലോ. ഇവനെ പോയി വീണ്ടും കിസ് ചെയ്യാൻ തോന്നല്ലോ. എനിക്ക് എന്താ ഇങ്ങനെ ഒരു ഫീലിങ്സ്? ജെക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എനിക്ക് ഇതുവരെ ഇങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. തലക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. എന്തിനാടാ ജെക്കെ എന്നെ ഇപ്പൊ കിസ് ചെയ്തത്? ഇല്ല, ഇതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ ജസ്റ്റ് എനിക്കിപ്പോ തോന്നിയാണ്. ഞാനും കള്ളു കുടിച്ചിട്ടുണ്ട്, അവനും കള്ളു കുടിച്ചിട്ടുണ്ട്. അവനൊട്ടും ബോധമില്ല, അതുകൊണ്ട് അവൻ എന്നെ കിസ് ചെയ്തു. ഞാൻ കള്ളു കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കത് വേറെ പോലെ ഫീൽ ചെയ്യുന്നു. എല്ലാം പോവും. ഇപ്പൊ കിടന്നുറങ്ങിട്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ എല്ലാം പോവും. ജെക്കെന്റെ ഫ്രണ്ടാണ്, അല്ലാതെ വേറെ ഫീലിങ്സ് ഒന്നുമില്ല. വെറുതെ ഇത് മനസ്സിലിട്ട് വെറുതെ വളർത്തണ്ട. ഉറങ്ങിയേക്കാന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് നമ്മുടെ തയാങ്ങും കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ രണ്ടുപേരും കൂടെ ഒരു കട്ടിലെ ഹഗ് ചെയ്ത് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ ജെക്കെയുടെ നെഞ്ചിലിങ്ങനെ തല വെച്ചിട്ട് കാലൊക്കെ പൊക്കിയിട്ട് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്ത് കിടന്നുറങ്ങുകയാണ് തയാങ്ക്. സമയം ഒരു 10-11 മണിയൊക്കെ ആയി. കോളേജിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് രണ്ടുപേരും സുഖമായിട്ട് കിടന്നിങ്ങനെ ഉറങ്ങുവാണ്. അപ്പോഴാണ് ജനലിന്റെ ഹോളിൽ കൂടെ നേരെ വെട്ടമാണെങ്കിൽ തയാങ്കിന്റെ മുഖത്തടിക്കുന്നത്. മുഖത്ത് വെട്ടടിക്കുമ്പോ തയാങ്ക് പതുക്കെ ഇങ്ങനെ സമയം എന്തായി? ഇതുവരെ എഴുന്നേച്ചില്ലേ ജെക്കെ എന്ന് പറഞ്ഞ ജെക്കെയുടെ മുഖത്തോട്ട് നോക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കരമായിട്ടൊരു വ്യത്യാസം. ജെക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പോലെ. ജെക്കെ എന്ത് ക്യൂട്ടായിട്ട് ഉറങ്ങുന്നത്. ഇവര് കാണാൻ ഇത്രയും സുന്ദരനായിരുന്നോ? എന്തൊരു ലിപ്സായത്. ആ ലിപ്സിന് താഴെ ഒരു മാർക്ക്. അയ്യോ, ഇവനിങ്ങനെ ഒരു മാർക്ക് ഉണ്ടായിരുന്നോ? ഞാൻ ഇത്ര നാളും കണ്ടിട്ടില്ലല്ലോ. എനിക്കെന്താ ഇന്ന് ഇവൻ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ഇവന്റെ ലിപ്സ്. ഈ മാർക്ക് മൊത്തത്തിൽ തലയ്ക്ക് എന്തോ ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നല്ലോ. ഇവന് ഭയങ്കരമായിട്ട് ഇറുക്കി ഹഗ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. എനിക്ക് എന്ത് പറ്റി? ഇവന്റെ ലിപ്സ് എന്ന് പറഞ്ഞിട്ട് നേരെ കൈ എടുത്തോണ്ട് പോയിട്ട് ജെക്കെയുടെ ലിപ്സിലൊക്കെ പതുക്കെ കൈയൊക്കെ ഓടിച്ച് ആ മറുകിലൊക്കെ ടച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് തയാങ്കിന് സ്ട്രൈക്ക് ആവുന്നത്. എനിക്കെന്ത് പറ്റിയത്? എന്ന് പറഞ്ഞ് ചാടി എഴുന്നിട്ട്, അയ്യോ ഞാനെന്തോ കാണിക്കുന്നത്? ഞാനെന്തിനാ അവന്റെ ലിപ്പിൽ ടച്ച് ചെയ്തത്? അവൻ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നത് എന്താ? അവന്റെ മാർക്ക് ലിപ്സ് ഒക്കെ എനിക്ക് ഇത്ര അട്രാക്റ്റ് ആവുന്ന എന്താ? എനിക്ക് എന്ത് പറ്റി? ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. വേറൊന്നും ആയിരിക്കത്തില്ല, ഇന്നലെ അടിച്ചത് തലയ്ക്ക് പിടിച്ചതിന്റെ ആയിരിക്കും. എന്തായാലും പോയിന്ന് കുളിച്ചേക്കാന്ന് പറഞ്ഞ തയാങ്കെന്തേ നേരെ ബാത്റൂമിലോട്ട് പോകും കുളിക്കാൻ. അങ്ങനെ നേരെ ടൈമും സ്കിപ്പ് ആവും. നമ്മുടെ തയാങ്ക് കുളിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്തതും ഓപ്പോസിറ്റ് ജെക്കെ നിൽക്കുന്നു. ജെക്കെ തയാങ്കിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നേരെ കൈ പിടിച്ച് കറക്കി ഭിത്തിയിലോട്ട് ലോക്ക് ചെയ്യും. എന്നിട്ട് ഭയങ്കര കലിപ്പായിട്ട് ക്ലോസ് ആയിട്ട് എന്നിട്ട്, എന്താടോ നീ എന്നെ ഇത്ര നേരമായിട്ട് വിളിക്കാഞ്ഞ? മണി 12 മണിയായി. നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? ജെക്കെ ഇത്രയും ക്ലോസ് ആയിട്ട് വരുന്നതനുസരിച്ച് തയാങ്കിന് ഹാർട്ട് ബീറ്റ് എല്ലാം ഭയങ്കരമായിട്ട് കൂടാണ്. അവ തന്നെ ഒരുമാതിരി ടെൻഷൻ. എന്ത് പറ്റി എനിക്ക്? ഹാർട്ട് ബീറ്റ് എന്താ കൂടുന്നത്? ജെക്കെ എന്റെ അടുത്ത് വരുന്നതനുസരിച്ച് മുഖമൊക്കെ റെഡായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ ചെറുക്കൻ കിള്ളി മാറി നിൽക്കുകയാണ്. എന്താടാ എന്നെ വിളിക്കാഞ്ഞത്? ഇന്നലെ എന്താ നടന്നത്? ഭയങ്കര തലവേന, തല പൊട്ടുന്ന വേന, ഒരു രക്ഷയില്ല. നിനക്കിതെന്ത് പറ്റി? എന്റെ മുഖമൊക്കെ എന്താ ചുമന്ന് വരുന്നത്? മുഖം? അത് പിന്നെ ഇന്നലെ കുടിച്ചിട്ട് എനിക്കും തലവേദന, ഒരുമാതിരി ശരീരമൊക്കെ വേദന പോലെ, അതാന്ന് തോന്നുന്നു.
ഓ പനിയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അതൊന്നും വേണ്ട, ഞാൻ ഇത്ര നേരം കിടക്കട്ടെ കേട്ടില്ലേ. ശരിയെന്നാ, ടവൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ കുളിച്ചിട്ട് വരാം. ടവലോ? അത് ഞാൻ ഉപയോഗിച്ച ടവലല്ലേടാ. നിനക്കെന്ത് പറ്റി തയാങ്കി? നമ്മളെപ്പോഴും ഒരു ടവൽ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. ഓ ഓ ഓ ആണല്ലേ, ഞാനത് മറന്നുപോയി. നിനക്ക് എന്ത് പറ്റിയടാ? അടിച്ചൊന്നും ഇറങ്ങിയില്ലേ? പോയി കിടന്ന് ഇച്ചിരി നേരം ഉറങ്ങാൻ നോക്കും എന്നും പറഞ്ഞ് ജെക്കെ നേരെ ബാത്റൂമിലോട്ട് കയറിപ്പോവും. തയാങ്കിനാണ് മൊത്തത്തിൽ ടെൻഷനായിട്ട് നേരെ ബെഡിൽ വന്നിരുന്ന് ഇത് തന്നെ ആലോചിക്കുക. എനിക്കിതെന്ത് പറ്റി? എന്റെ ഹാർട്ട് ബീറ്റ് എന്താ ജെക്കേന്റെ അടുത്ത് വരുമ്പോഴേക്കും കൂടുന്നത്? എനിക്കിനി അവനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നേ? ആരെ ഇപ്പൊ ഒന്ന് വിളിക്കുന്നേ? ആരോടാ ഒന്ന് ചോദിക്കുന്നേ? ആരോട് ചോദിക്കും? എന്നിട്ട് ഫോൺ എടുത്ത് നേരെ യോങ്കിനെ വിളിക്കും. ഹലോ, പറയടാ. അത് പിന്നെ യോങ്കി. പറയടാ. എഴുന്നേറ്റില്ലേ? അത് ചോദിക്കാനാണ് നീ ഇപ്പൊ വിളിച്ചേ? അല്ല യോങ്കി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. അത് പിന്നെ നമുക്കാ അല്ലടാ, ഒരാൾക്ക് വേറൊരാൾ അടുത്ത് വരുമ്പോ ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നു. എന്നാ വല്ല പ്രഷർ കൂടിയതായിരിക്കും ഇവിടെ, ആശുപത്രി എല്ലാം കൊണ്ട് കാണിക്കാൻ നോക്കും. യോങ്കി അതല്ലടാ, ഇപ്പം ഒരാൾക്ക് വേറൊരാൾ അടുത്ത് വരുമ്പം ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു. അയാളോട് ഇനി എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന് എങ്ങനെ അറിയും? നിനക്ക് എന്ത് പറ്റിയടാ? അത് പിന്നെ യോങ്കി, ഒരു ചെറുക്കന് വേറൊരു ചെറുക്കൻ അടുത്ത് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി വല്ലാത്തൊരു ഫീലിങ്സ്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്തോ ഇങ്ങനൊക്കെ തോന്നുന്നു. അങ്ങനൊക്കെ തോന്നുമ്പം ഇനി ഇവന് അവനോട് ഫീലിങ്സ് ആണോന്ന് എങ്ങനെ അറിയും? ഫീലിങ്സ് ആണോന്നറിയണമെങ്കിൽ ഒരു മാർഗേ ഉള്ളൂ. എന്താ പറ. അത് പറയാ, ഇത് ആരാ ഈ ചെറുക്കം? നിനക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നീ അറിഞ്ഞാ പോരെ, നീ കാര്യം പറ. എന്നാലും നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ ആർക്കായി ഉപകാരം ചെയ്യുന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനാ. നിന്റെ ഫ്രണ്ടിനോ? ആടാ, എൻ്റെ ഒരു ഫ്രണ്ടാ. നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച. അവൻ എന്നെ രാവിലെ വിളിച്ചു ചോദിച്ചു. എനിക്ക് ഈ ലവ് ഒന്നും ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു ചോദിച്ചത്. നിനക്കറിയാമെങ്കിലോ? ഓ അങ്ങനെയാണ് നിനക്ക് ജേക്കടി ചോദിച്ചാൽ പറയാമോ? ജേക്കയ്ക്ക് ലവ് ഒന്നും ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഓ അങ്ങനെ. എനിക്ക് തോന്നുന്നു ജലസോ എന്നുവെച്ചാ? എടാ പോട്ടാ, ജലസ് എന്ന് വെച്ചാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരുമാതിരി ദേഷ്യം തോന്നും. അതിനെയാ ജലസ് എന്ന് പറയുന്നത്. ഓ അതാണല്ലേ അപ്പൊ ജലസ്. അപ്പം അവനോട് ആരെങ്കിലും മിണ്ടുമ്പോ എനിക്ക് ജലസ് തോന്നിയ എനിക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടല്ലേ? നിനക്ക് ഫീലിങ്സാ? അല്ലടാ, അങ്ങനെ വേണ്ട ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കാൻ. അവൻ ഓ ഓ ഓ ഓ ഓ ഓ നിന്റെ ഫ്രണ്ടിനോട്. നീ എന്നാ വിളിച്ച് പറ നിന്റെ ഫ്രണ്ടിനോട്. ഞാൻ ഇച്ചിരി നേരം ഉറങ്ങട്ടെ. ശരിയടാ. അങ്ങനെ യോങ്കിയുടെ കോളും കട്ട് ചെയ്തിട്ട് തയാങ്കാണെങ്കിൽ ഫോണിലോട്ട് നോക്കി ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ജേക്ക് എന്ത് ചെയ്യും? കുളിച്ചിട്ട് ബാത്റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് വരും. അതും ടവല് മാത്രം കെട്ടിയിട്ടാ വരുന്നത്. ഈ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടതും തയാങ്കാണ് നിവർന്ന് നോക്കുമ്പോഴേക്കും ജേക്ക് ടവല് മാത്രമായിട്ട് ഹാഫ് നേക്കഡ് ആയിട്ട് വരുന്നു. ഇത് കണ്ടിട്ട് ചെറുക്കന്റെ ഹാർട്ട് ബീറ്റ് എല്ലാം ഭയങ്കരമായിട്ട് റൈസ് ആവാണ്. അയ്യോ, ഈ ഹാർട്ട് എങ്ങാനും പൊട്ടിത്തെറിച്ച് പുറത്തെങ്ങാനും വരും. ഇവനെന്താ ഇത്രയ്ക്ക് ഹോട്ടായിട്ട് വരുന്നത്? കുളിച്ചിട്ട് അവന്റെ ചെസ്റ്റിലൊക്കെ വെള്ളത്തുള്ളിയൊക്കെ ആയിട്ട്. ഞാനെന്താ ഇവനെ ഇങ്ങനെ നോക്കുന്നത്? ജേക്ക് ഇത്രയ്ക്കും ഹോട്ടായിരുന്നു. അയ്യോ, എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ചെറുക്കന്റെ മുഖമൊക്കെ അങ്ങോട്ട് റെഡിഷ് ആയിട്ട് ഭയങ്കര ഷൈ ആയിട്ട് പെട്ടെന്ന് തന്നെ തല താഴോട്ട് കുനിച്ചിട്ട് വെക്കും. എന്താ ജേക്കെ, നീ ഡ്രസ്സൊന്നും ഇടാതെ ടവലുമായിട്ട് വന്നിരിക്കുന്നു? എന്ത് പറ്റി തയാങ്കി നിനക്ക്? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്ത് വന്നില്ല ഡ്രസ്സ് ചെയ്യാറ്.
നിനക്കിത് എന്ത് പറ്റി? നീ അടിച്ചതിന്റെ കെട്ടൊന്നും ഇതുവരെ ഇറങ്ങിയില്ലേ? ഓ, നീ എപ്പോഴും അങ്ങനെയാണോ? ഞാൻ പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നാ ഞാൻ കാണുന്നത്. നിനക്ക് എന്ത് പറ്റിയത്? നിനക്കെന്താ വല്ല പനിയുണ്ടോ? പിച്ചിമ്പയൊക്കെ പറയുന്നല്ലോ. ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ട് കാണിക്കണോ? വേണ്ട, ഞാൻ ബാത്റൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് ദയാങ്ക് നേരെ എഴുന്നേറ്റ് ഓടി അങ്ങ് പോവും. ജെ കെയും ദയാങ്കും തമ്മിലുള്ള പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഇങ്ങനെയാണ്. ജെ കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടുത്ത് വരുമ്പോഴേക്കും ദയാങ്കിന് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ആവും, റെഡിഷ് ആവും, ഷൈ ആവും. ഓരോ ദിവസം വരുന്നതനുസരിച്ച് ഫീലിങ്സ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെ കെയുടെയും ദയാങ്കിന്റെയും ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ടൈമെല്ലാം സ്കിപ്പായി. ഇവർക്ക് കോളേജിൽ നിന്ന് കൊടുത്ത സസ്പെൻഷൻ ഡേയും കഴിഞ്ഞ് 3 പേരും കൂടെ കോളേജിൽ ലാൻഡ് ചെയ്ത്. കോളേജിൽ 3 പേർക്കും ഭയങ്കരമായിട്ട് ഫാൻസ് ഉള്ളതുകൊണ്ട് കുറെ നാൾ വരാതിരുന്ന് വന്നേല്ലേ. പിള്ളേരെല്ലാം ഇവരെ കണ്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് വരാന്തയിലും അവിടെ ഇവിടെ എല്ലാം ഇറങ്ങിയിരുന്ന് നോക്കുകയാണ്. 3 പേരും മാസമായിട്ട് കോളേജിന്റെ വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് 3 പേരും ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഹോബി ഒരു ടെസ്റ്റും വായിച്ചുകൊണ്ട് നടന്നു പോവാണ്. ഇതേ സമയം നമ്മുടെ ജിമിനാണെങ്കിൽ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഹോബി ഇതെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. എടുത്തു നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹോബി എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കാണത്തില്ല. പതുക്കെ വന്നിട്ട് ഡോറിൽ കൂടെ വരാന്തലോട്ട് നോക്കുമ്പോൾ ഹോബി ഇങ്ങനെ ടെസ്റ്റ് വായിച്ചുകൊണ്ട് വരുന്നതാണ്. ഇവനൊരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യും, ക്ലാസ്സിന്റെ ഡോറിന്റെ പുറകിൽ ഇങ്ങനെ പാത്ത് നിൽക്കും ഹോബിനെ പറ്റിക്കാനായിട്ട്. ഹോബി ഇങ്ങനെ ടെസ്റ്റ് വായിച്ച് നടന്നു പോകുന്നതുകൊണ്ട് തന്നെ പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. ജെ കെ ഇവന്റെ തൊട്ട് പുറകിലാവുമ്പോഴേക്കും വരാന്ത നിൽക്കുന്ന ഒരു കൊച്ചൻ എന്ത് ചെയ്യും, ഹോബിയുടെ കൈ പിടിച്ച് സൈഡിലോട്ട് വലിക്കും. ഹേയ്, ആരാ അത്? പിന്നെ സീനിയേഴ്സ് പോകുന്ന കണ്ടില്ലേ? സീനിയേഴ്സിന്റെ ഒപ്പം നടക്കാൻ പറ്റത്തില്ല. ഇവരാണ് കോളേജിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സീനിയേഴ്സ്. എങ്ങാനും നീ ഇങ്ങനെ പതുക്കെ നടന്നു പോയി ജെക്കയുടെ ദേഹത്തെങ്ങാനും മുട്ടയുണ്ടല്ലോ, പിന്നെ ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഓ, അറിയാതൊന്നും മുട്ടിയാൽ തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പിന്നെ 3 പേരും കലിപ്പാണ്. അവർ കൂട്ടത്തെ ഇത്തിരി ഭേദം ആ ദയാങ്ക ആ സൈഡിൽ കൂടെ നടന്നു പോകുന്നില്ലേ. ഓ, ആ ക്യൂട്ടായിട്ടുള്ള. അയ്യോ, ക്യൂട്ടായിട്ടുള്ളതൊന്നും പറയില്ലേ, ജെ കെ എങ്ങാനും കേട്ടാ അത് മതി. അതെന്താ, ജെക്കയുടെ ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവര് ബോയ് ഫ്രണ്ട് ആണ് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. കാര്യമൊന്നും അറിയത്തില്ല. ഓ, അങ്ങനെയാണോ? ഇതേ സമയം കഥവിന്റെ പുറകെ പാത്തിക്കുന്ന നമ്മുടെ ജിമിനാണെങ്കിൽ ജയഹോബ് മാറിയിട്ട് ആ സ്ഥാനത്ത് ജെ കെ വന്ന കാര്യം അറിയത്തില്ല. ഹോബിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നും പറഞ്ഞ് ചെരുപ്പിന്റെ സൗണ്ട് കേട്ട ആ സൗണ്ട് അടുത്തടുത്ത് വന്ന് കറക്റ്റ് ഡോറിന്റെ അവിടെ വന്നതും നേരെ ക്ലാസ് റൂമിൽ നിന്ന് വരാന്തലോട്ട് ചാടിയിട്ട് ജെ കെനെ അങ്ങ് ഹഗ് ചെയ്തിട്ട് കവളിൽ കിസ് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ ഹോബി. ഇത് കണ്ടത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ്. 2 പേരും ഫേസ് ടു ഫേസ് നോക്കിക്കാണ്. ഇത് കാണുമ്പോഴേക്കും ദയാങ്കിന് ഭയങ്കര ഒരുമാതിരി ദേഷ്യാണ്. ജിമി കിസ് ചെയ്തില്ലേ ജെ കെനെ, ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാണ്. ജലസോ എന്നുവെച്ചാ? എടാ പോട്ടാ, ജലസ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊരുമാതിരി ദേഷ്യം തോന്നും. അതിനാ ജലസ് എന്ന് പറയുന്നത്. ഇതേ സമയം സ്റ്റില്ല് ജെ കെയും ജിമിനും ഹഗ്ഗിന്ന് റിലീസ് ചെയ്തിട്ടില്ല. 2 പേരും ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കി തന്നെ നിൽക്കാണ്. ജെ കെ ആണെങ്കിൽ ചെറുക്കനെ കണ്ട് മയങ്ങിയെന്ന് തന്നെ പറയണം. അയ്യോ, എന്തൊരു കണ്ണായത്! ഇത് കണ്ണാണോ? എന്തൊരു ലിപ്സായത്! ഇത് ലിപ്സ് ആണോ? അയ്യോ, എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ എന്താ ഭയങ്കരമായിട്ട് റൈസ് ആവുന്നത്. ഏതായവൻ? ആരായവൻ? ഹോട്ട് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള സ്മൈല്, ചാമ്പങ്ങ പോലത്തെ ചുണ്ട്, കൽക്കണ്ടം പോലത്തെ കണ്ണ്, അധികം പൊക്കൊന്നും വേണ്ട, മൊത്തത്തിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ.